നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയ ശേഷം സംവിധായകൻ രഞ്ജിത്ത് എന്തിനാണ് അതിജീവിതയെ ഫോണിൽ വിളിച്ചത്? കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നോ? പരാതിക്കാരിയായ നടിയെ ഭീഷണിപ്പെടുത്താനായിരുന്നോ രഞ്ജിത്തിന്റെ നീക്കം? ചില നിർണായകമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് പരാതിക്കാരിയായ യുവതിയെ രഞ്ജിത്ത് ഫോണിൽ വിളിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ. എന്നാൽ അതിജീവിത ഫോൺ എടുത്തില്ല. പരാതി നൽകാൻ വൈകിയതിന് അസ്വാഭാവികതയില്ല. ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ച ശേഷം രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി നവമി, ഈ സിനിമാ ലൊക്കേഷനിൽ വെച്ചുള്ള ലൈംഗിക അതിക്രമം, അതിനുശേഷം ഈ കേസ് അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. രഞ്ജിത്ത് പരാതി നൽകിയ ശേഷം ഒളിവിൽ പോകാനുള്ള നീക്കത്തിനിടെയാണ് പിടിയിലായത് തുടങ്ങിയ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ ഈ രഞ്ജിത്ത് ഈ അതിജീവിതയെ എന്തിനാണ് ഫോണിൽ വിളിച്ചത്? ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? രഞ്ജിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതായത് ഈ യുവതിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു, അതോ കേസ് പിൻവലിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പരാതി പിൻവലിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി വിളിച്ചതാണോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസ് നൽകുന്ന വിവരം? അതായത് ജനുവരി 30 സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ വെച്ച്, അതായത് രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച ഈ നടിയോട് തനിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം തരാം, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്യാരവാനിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ക്യാരവാനിൽ വെച്ചാണ് രഞ്ജിത്ത് ഈ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് ക്യാരവാനിൽ നിന്നും ഇറങ്ങി ഓടിയ യുവതി സഹപ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞു. സ്വാഭാവികമായും ആ സഹപ്രവർത്തകർ പിന്നീട് ഇവിടെ ഈ നടിയെ ആശ്വസിപ്പിച്ച ശേഷം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ഈ സഹപ്രവർത്തകർ ഇത് അറിഞ്ഞു എന്നുള്ളത് സ്വാഭാവികമായും രഞ്ജിത്ത് അറിഞ്ഞിട്ടുണ്ടാകും. കാരണം അവിടെ വെച്ച് അതൊരു ചർച്ചയായിട്ടുണ്ടാകും. അങ്ങനെ ഇത് തുടർ പരാതികൾ, അതായത് ചിലപ്പോൾ ഈ നടി അവിടെ വെച്ച് തന്നെ സഹപ്രവർത്തകരോട് പിന്നീടുള്ള ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടാകും താനിത് പരാതി നൽകും, ICCയിലും അല്ലെങ്കിൽ പോലീസിനും ഒക്കെ പരാതി നൽകുമെന്ന് ഈ അതിജീവിത തന്നെ ഈ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടാകും. ഇത് അറിഞ്ഞിട്ടായിരിക്കും രഞ്ജിത്ത് ഈ അതിജീവിതയെ വിളിച്ച് കേസ് പരാതി നൽകരുത്, അല്ലെങ്കിൽ താൻ ഇങ്ങനെ നടത്തിയ അതിക്രമത്തെക്കുറിച്ച് മറ്റാരോടും പറയരുത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും സ്വാഭാവികമായും അതിജീവിതയെ ഫോണിൽ വിളിച്ചതെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. രഞ്ജിത്തിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. കാരണം അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണവുമായി രഞ്ജിത്ത് സഹകരിക്കുന്നുണ്ട് എന്നുകൂടി ഇന്ന് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ അത്തരത്തിൽ തന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു അതിക്രമം യുവതിക്ക് നേരെ ഉണ്ടായില്ല എന്ന് പറഞ്ഞിരുന്നു രഞ്ജിത്ത്. ഇനിയിപ്പോൾ അത് മാറ്റി തനിക്ക് അങ്ങനെ തെറ്റ് പറ്റിയിരുന്നു എന്ന് പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് എന്നതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. നിലവിൽ കമ്മീഷണറും DCPയും രാവിലെ മൊഴിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. മറ്റൊന്ന്, ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിനു വേണ്ടി അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും രഞ്ജിത്തിനെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അതിക്രമം നടന്നതിന് ശേഷം രഞ്ജിത്ത് യുവതിയെ പലതവണ ഫോണിൽ വിളിച്ചു. ആ ഫോൺ വിളിച്ചപ്പോൾ അതിജീവിത എടുത്തിരുന്നില്ല. ഇക്കാര്യങ്ങൾ, അത് ഈ അതിജീവിത പറയുന്ന മൊഴി സത്യമാണോ എന്നായിരിക്കും ഈ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയിലൂടെ പോലീസിന് കണ്ടെത്തേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. നാളെയാണ് രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഇന്നലത്തെ തെളിവെടുപ്പിന് ശേഷം രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരുന്നു. കാരണം ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് പോലീസിന് ഒരു ദിവസത്തെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കം 2 ദിവസം മതിയാകും. ഇന്നും കൂടി, ഇന്ന് വൈകിട്ട് 4 മണിവരെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അനുമതിയായിരുന്നു കോടതി കൊടുത്തിരുന്നത്. പക്ഷേ രഞ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി വീണ്ടും എറണാകുളം സബ് ജയിലിലേക്ക് രഞ്ജിത്തിനെ മാറ്റിയിട്ടുണ്ട്. നാളെ നൽകുന്ന ജാമ്യാപേക്ഷയിൽ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ ജാമ്യം നൽകണമെന്നാണ് ആവശ്യപ്പെടുക. ഇന്നലെ ഈ കാരവാനിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ കാരവാനിൽ രഞ്ജിത്ത്, അതായത് യുവതിക്ക് നേരെ അതിക്രമം നടത്തുന്ന സമയത്ത് രഞ്ജിത്തും യുവതിയും മാത്രമായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത്? മാത്രമല്ല, പുറത്ത് മറ്റൊരു വ്യക്തി, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന നടപടികൾ എങ്ങനെയാണ്? അതോടൊപ്പം അറിയേണ്ടത്, ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ട് ഉള്ളത് ചില ശാസ്ത്രീയ തെളിവുകളാണ്. അതോടൊപ്പം ഡിജിറ്റൽ തെളിവുകൾ. രഞ്ജിത്ത് ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ?
ടോം, അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ക്യാരവാന്റെ പുറത്ത് കാവൽ നിന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയാണെന്നുള്ളൊരു വിവരമാണ് ഈ അതിജീവിത പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശാലിനിയെ വിശദമായി ചോദ്യം ചെയ്തു. ആവശ്യമെങ്കിൽ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുകൂടി കമ്മീഷണർ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ജോബി കുര്യനാണ്. ജോബി കുര്യൻ നടനാണ്. രഞ്ജിത്തുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അന്ന് തൊടുപുഴയിൽ നിന്നും രഞ്ജിത്ത് രക്ഷപ്പെടുന്ന സമയത്ത് ഈ ജോബി കുര്യനും ഒപ്പം ഉണ്ടായിരുന്നു. രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിൽ ജോബി കുര്യൻ ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇവരെ രണ്ടുപേരെയും നേരത്തെ ചോദ്യം ചെയ്തു. ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് അന്വേഷണ സംഘം. അതോടൊപ്പം തന്നെ ഈ മറ്റ് സഹപ്രവർത്തകർ, അതായത് ഈ യുവതി തനിക്ക് നേരിട്ട അതിക്രമം ആദ്യമായി പറഞ്ഞ സഹപ്രവർത്തകരെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഫോണിൽ കൂടി മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്യും എന്ന് ആണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ നിന്നും 2 ക്യാരവാനാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത്. ആ രണ്ടും ഇപ്പോൾ പോലീസ് ക്യാമ്പിലാണുള്ളത്. അവിടെ എത്തിച്ചായിരുന്നു രഞ്ജിത്തിനെ തെളിവെടുത്തത്. ഇത് ഏത് ക്യാരവാനിൽ വെച്ചിട്ടാണ് ഈ അതിക്രമം നടന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടും തന്നെ കൊണ്ടുവന്നത്. അതിന്റെ ഉള്ളിൽ CCTV ദൃശ്യങ്ങളില്ല, CCTV ഇല്ല. പക്ഷേ ക്യാരവാന്റെ പുറത്തുള്ള CCTV ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൽ ഈ പറയുന്നത് പോലെ യുവതി ക്യാരവാനിലേക്ക് കയറുന്നതും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നും കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും രഞ്ജിത്തിന്റെ നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിനെ എതിർക്കാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. പക്ഷേ രഞ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് അഭിഭാഷകൻ കോടതിയെ അറിയിക്കാൻ പോകുന്നതും. മറ്റ് ആളുകളിലേക്കുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മൊബൈൽ ഫോണിലാണ്, അതായത് യുവതിയുടെ മൊബൈൽ ഫോണിലേക്ക് രഞ്ജിത്ത് ഈ അതിക്രമത്തിന് ശേഷം പലതവണ വിളിച്ചു. യുവതി ഫോൺ എടുത്തില്ല. അത് മൊഴിയിൽ അത്തരത്തിലാണ് നൽകുന്നത്. അത് ചിലപ്പോൾ ഈ പരാതി പുറത്തു പറയരുത് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പുറത്തു പറയരുത് എന്നുള്ള ഒരു ഭീഷണിയോ അല്ലെങ്കിൽ അപേക്ഷയോ ആയിരിക്കും രഞ്ജിത്ത് നടത്താൻ ഉദ്ദേശിച്ചത്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമോ? അതായത് ഈ രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചവരെ, അതോടൊപ്പം ഈ സെറ്റിൽ വെച്ച് സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ നടത്തിയവർ, അതോടൊപ്പം തന്നെ ഈ പരാതി നൽകിയ അതിജീവിതയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരണം നടത്തിയ ഒരാളെ കുറിച്ചൊക്കെ പരാമർശമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമോ? അറസ്റ്റ് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ടോം. കാരണം ആ തുടക്കം മുതൽ തന്നെ കമ്മീഷണർ വ്യക്തമാക്കുന്നത് അതിജീവിത ആദ്യമായി പരാതിയിൽ സിനിമയിലെ തന്നെ ICCയിൽ പറഞ്ഞപ്പോൾ അത് കൃത്യമായി അവർ കേസെടുക്കാതെ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കാതെ ഒത്തുതീർപ്പാക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരായിട്ടുള്ള കേസെടുക്കാൻ സാധ്യതയുണ്ടെന്ന് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കി. DCP അടക്കം അത് പരിശോധിക്കുന്നുണ്ട്, സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സഹപ്രവർത്തകർ അത് നിയമസഹായം തേടിയില്ല അല്ലെങ്കിൽ ഈ പരാതി പുറത്തു പറയുന്നതിന് വേണ്ടി എന്തുകൊണ്ട് ഒരു മുൻകൈ എടുത്തില്ല എന്നൊരു ചോദ്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രധാനമായും ഉയരുന്നത്. ഒപ്പം രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ച ജോബി കുര്യനെയും എതിരെ അന്വേഷണമുണ്ട്. അത് കേസ് നിലവിൽ മറ്റാർക്കെതിരെയും കേസെടുത്തിട്ടില്ല. രഞ്ജിത്ത് മാത്രമാണ് ഇതിലെ മുഖ്യ പ്രതിയായിട്ടുള്ളത്. രഞ്ജിത്തിനെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും അന്വേഷണ സംഘം കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വ്യക്തി ഈ അതിജീവിതയുടെ പേര് പറയുന്നുണ്ട്, ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. അത് അതീവ ഗൗരവമുള്ള കാര്യമായി തന്നെയാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. കമ്മീഷണർ ആദ്യം തന്നെ മാധ്യമങ്ങൾക്ക് ആ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ യാതൊരു പരാമർശവും നടത്തരുത് എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. അത് ലംഘിച്ചുകൊണ്ട് ഒരു ഓൺലൈനിൽ അതിജീവിതയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. അയാൾക്കെതിരെയും കേസെടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. നവമി, അതോടൊപ്പം നമുക്കറിയാം ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം. അതായത് ഇതിനു മുൻപും ലൈംഗിക ആരോപണം നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് രഞ്ജിത്ത്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ ഒന്ന് രഞ്ജിത്തിനെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസായിരുന്നു. പക്ഷെ അതിനുശേഷം ആ കേസുകളിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. കോടതിയിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കേസന്വേഷണം പൂർണ്ണമായും അവസാനിച്ചു എന്ന രീതിയിൽ, അതായത് പരാതിക്കാരും ഈ യുവതികളാരും പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ
അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലായിരുന്നു SIT റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷെ അവിടെയും ഈ സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരു വശത്ത് രഞ്ജിത്തിനെ പോലെയുള്ള ഒരു ഇടത് സഹയാത്രികനാണ്, ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തത് പോലീസിനെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങൾ സിനിമാ സെറ്റുകളിൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്നതെന്ന ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, തൊഴിലിടത്തെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഈ രഞ്ജിത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗിക അതിക്രമ കേസ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമായിരുന്നോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ എനിക്ക് തോന്നി ഒരുപാട് സിനിമാ താരങ്ങൾക്കെതിരെ പരാതി നൽകിയിരുന്നു. മുകേഷ് അടക്കമുണ്ട്, മുകേഷുണ്ട്, ബാലചന്ദ്ര മേനോനുണ്ട്, ജയസൂര്യയുണ്ട്. അങ്ങനെ നിരവധി സിനിമാ താരങ്ങൾക്കെതിരെ, സിനിമാ നടന്മാർക്കെതിരെ, സിനിമാ പ്രവർത്തകർക്കെതിരെ, സിദ്ദിഖിനെതിരെ പരാതിയുണ്ട്. പക്ഷെ ഇതിലൊന്നും ഏത് വിധത്തിലാണ് പോലീസിന്റെ നടപടി എടുത്തത്, അല്ലെങ്കിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് പോലീസിന്റെ പല നടപടികളും പോയിക്കൊണ്ടിരുന്നത്. സിദ്ദിഖിന് എത്ര നാളാണ് ഒളിവിൽ കഴിഞ്ഞത്? സുപ്രീം കോടതിയിൽ വരെ പോയി കേസ് നടത്തി അനുകൂലമായിട്ടുള്ളൊരു ജാമ്യം മേടിച്ചെടുക്കുന്നത് വരെ സിദ്ദിഖ് ഒളിവിൽ കഴിഞ്ഞു. ആ സിദ്ദിഖിനെ പോലുള്ള ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയെ പിടികൂടാൻ പോലും കേരള പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളത് അന്ന് വലിയ വിമർശനം ഉന്നയിച്ചതുമായിരുന്നു. മുകേഷിന്റെ കാര്യത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ കാര്യത്തിൽ പോലും അന്ന് അന്വേഷണ സംഘത്തിന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ട് പരാതികളുണ്ട്. ഒന്ന് ബംഗാളി നടി വെളിപ്പെടുത്തിയ കാര്യം, അതിൽ അന്വേഷണം നടത്തിയെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊന്ന് ഈ പരാതി നൽകുന്നതിന്റെ ഒരു കാലാവധി, അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തിയതിന്റെ കാലാവധി, ഇത് രണ്ടും പരിഗണിച്ചായിരുന്നു ആദ്യ കേസിൽ രഞ്ജിത്ത് രക്ഷപ്പെട്ടത്. രണ്ടാമത്തെ കേസിൽ കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവായിരുന്നു ഒരു പ്രകൃതി വിരുദ്ധ പീഡന പരാതി നൽകിയത്. അതിലും കൃത്യമായിട്ടുള്ള തെളിവുകളും ഈ പരാതി നൽകാനുള്ള ഒരു കാലതാമസവുമായിരുന്നു അന്നും അന്വേഷണ സംഘം കോടതിയിലടക്കം ഉന്നയിച്ചത്. പക്ഷേ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ വേഗം തന്നെ പെൺകുട്ടിക്ക് പരാതി നൽകാൻ കഴിഞ്ഞു. അത് തനിക്കുണ്ടായ ഈ ഒരു അതിക്രമത്തിൽ മനോവിഷമം കാരണമുണ്ടായ കാലതാമസം ഒഴിവാക്കി, അല്ലെങ്കിൽ കൗൺസിലിംഗ് അടക്കം യുവതിക്ക് നേടേണ്ടി വന്നു. ആ സഹായമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് പിന്നീട് ധൈര്യപൂർവ്വം പോലീസിൽ പരാതി നൽകുവാനായി യുവതി രംഗത്തെത്തിയിരുന്നു. ആ കാലാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ കൃത്യമായി തന്നെ പരാതി നൽകുവാനും അതീവ രഹസ്യമായി പോലീസ് അത് അന്വേഷിക്കാനും തയ്യാറെടുത്തു എന്ന് പറയുന്നത് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിനെ സംബന്ധിച്ച് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും തെളിവുകൾ എത്രമാത്രം പോലീസിന് ശേഖരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാരവനിലെ CCTV അടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ CCTV ഇല്ല. ഇനി സഹപ്രവർത്തകർ, സ്വാഭാവികമായും രഞ്ജിത്തിനെ പോലെ സിനിമാ മേഖലയിൽ അത്രമാത്രം പ്രാധാന്യമുള്ള, അപ്രമാദിത്യമുള്ള ഒരു വ്യക്തിക്കെതിരെ എത്ര സഹപ്രവർത്തകർ മൊഴി നൽകും എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. നിലവിൽ രഞ്ജിത്തിനെതിരെ ആരും മൊഴി കൊടുത്തതായി നമുക്ക് അറിവുമില്ല. പോലീസ് ആ മൊഴിയെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരേക്കും രഞ്ജിത്തിനെ തള്ളിപ്പറയാൻ ഒരാളും രംഗത്തെത്തിയില്ല. പ്രത്യേകിച്ച് WCC ഒരു കുറിപ്പിറക്കിയിരുന്നു. അത് എത്രമാത്രം സിനിമാ മേഖലയിൽ, അല്ലെങ്കിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT രൂപീകരിക്കുന്നുണ്ട്, എന്തൊക്കെ വന്നാലും സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊരു മാറ്റവും സംഭവിക്കില്ല എന്ന് WCC അടക്കം പ്രസ്താവന നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ICCയുടെയും നിലപാട് ആ രീതിയിൽ തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒരു അതിജീവിത പരാതി നൽകുമ്പോൾ അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്ന ICCയുടെ അംഗങ്ങൾക്കെതിരെയും കേസെടുക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. പോലീസ് ആ രീതിയിലും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എതിർഭാഗത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രതിഭാഗത്ത് ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ICCയിൽ പരാതി നൽകിയിട്ടും അത് പോലീസിന് എന്തുകൊണ്ടാണ് അവർ പരാതി നൽകാതിരുന്നത്? ആരൊക്കെയാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്? ഇത്തരം കാര്യങ്ങളിലും അന്വേഷണം ആവശ്യമാണ്. തിരുവനന്തപുരം ചിറയൻകീഴിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കസ്റ്റഡിയിലെത്തിയയാൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം. അടൂർ പെരുങ്കുടി സ്വദേശി സജീവനാണ് മർദ്ദനമേറ്റത്. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്കായി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അക്രമാസക്തനായെന്നാണ് ആരോപണം. ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിലാണ് പോലീസ് സജീവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. ഇയാളെ ആശുപത്രിക്ക് പുറത്തെ റോഡിലിട്ട് പോലീസ് മർദ്ദിച്ചതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്.
യെസ്, വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട് ആറ്റിങ്ങലിൽ നിന്നും. അഭിലാഷ്, ഇവിടെ നമ്മൾ പോലീസിനെ പലപ്പോഴും നമ്മൾ വിമർശിക്കാറുണ്ട്. അതായത് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടും നിരപരാധികളെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷേ ഇവിടെ ഈ അരുങ്കുഴി സ്വദേശിയായ സജീവൻ മെഡിക്കൽ പരിശോധനയ്ക്കായി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ അക്രമാസക്തനായെന്ന് പറയുന്നു. അങ്ങനെ ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തുന്നു. പോലീസ് സജീവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അതിനിടെ ചിലപ്പോൾ ബലപ്രയോഗം ഉണ്ടായി കാണാം. ഇയാൾ കൂടുതൽ അക്രമാസക്തനായപ്പോൾ പോലീസ് ചിലപ്പോൾ കൈകാര്യം ചെയ്ത് കാണാം. ഈ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതോ പോലീസ് ഈ സജീവൻ പ്രകോപിതനായപ്പോൾ അക്രമാസക്തനായപ്പോൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചതാണോ? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ ആശുപത്രിക്കുള്ളിൽ അക്രമാസക്തനാവുകയും പരിശോധനാ ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്തതായാണ് പരാതി ലഭിച്ചിരിക്കുന്നതാണ് പോലീസ് പറയുന്നത്. എന്നാൽ ദൃക്സാക്ഷികൾ പറയുന്നത് അങ്ങനെയല്ല. ഇയാളെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഈ സമയം തന്നെ ഇയാൾ അമിതമായി മദ്യലഹരിയിലായിരുന്നു. തുടർന്ന് ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് രാത്രിയോടെ കൊണ്ടുപോയത്. എന്നാൽ ഈ പരിശോധന നടക്കുന്നതിനിടെ ഡോക്ടറിന്റെ മുറിയിൽ ഡോക്ടർ ചെയറിന് സമീപത്തുണ്ടായിരുന്ന ഒരു പരിശോധനാ ഉപകരണം ഇയാളുടെ കൈ തട്ടി താഴെ വീണതെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സമയം തന്നെ ഡോക്ടർ ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോലീസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ മദ്യലഹരിയിലായിരുന്നത് കാരണം തന്നെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങുവാൻ കൂട്ടാക്കിയില്ല. ഡോക്ടറോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കാൻ തുടങ്ങി. വീണ്ടും ഡോക്ടർ ആവശ്യപ്പെട്ടു, ഇയാളെ പുറത്തേക്ക് ഇറക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. ഈ സമയമാണ് പോലീസ് ഇങ്ങനെ വളരെ ക്രൂരമായി തന്നെ ഇയാളെ വലിച്ചു കഴിച്ച് വഴിയിലേക്ക് ഇറക്കുകയും ആശുപത്രിയുടെ വരാന്തയിലും പുറത്തുമായി ബൂട്ട് ഉൾപ്പെടെ ഇട്ട് ശരീരത്തിലും കൈകളിലും ഈ ചവിട്ടുന്ന ദൃശ്യങ്ങൾ ചിലതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിലും വളരെ ക്രൂരമായി തന്നെ പോലീസ് ഇയാളെ കായികമായി നേരിട്ടു എന്നാണ് പറയുന്നത്. ഇയാളും ആദ്യഘട്ടത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ പോലീസിന്റെ ആക്രമണം കൂടുതൽ രൂക്ഷമായതായും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇയാളെ ഡോക്ടറിൽ നിന്നും പിന്നീടാണ് ഈ പോലീസ് ഡ്യൂട്ടി ഡോക്ടറിൽ നിന്നും പരാതി എഴുതി വാങ്ങിയതും അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. യെസ്, ഇത് ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു മേലുദ്യോഗസ്ഥർക്ക് പരാതി പോയിട്ടുണ്ടോ? എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഇതിനെ കാണുന്നത്? കാരണം നമുക്കറിയാം ചില സംഭവങ്ങളിലൊക്കെ ഇതുപോലെ അക്രമാസക്തരാകുന്ന ആളുകളെ പ്രതിരോധിക്കേണ്ട സാഹചര്യം പോലീസിനുണ്ട്. അവരെ ബലപ്രയോഗത്തിലൂടെ ചിലപ്പോൾ കീഴ്പ്പെടുത്തേണ്ടതായി വരും. അങ്ങനെ സംഭവിച്ചതായിരിക്കുമോ, അതോ അതിനപ്പുറം ഈ സജീവിൻ്റെ കുടുംബമോ മറ്റു നാട്ടുകാരോ ഒരു പരാതിയുമായി മേലുദ്യോഗസ്ഥരെ സമീപിക്കാനുള്ള നീക്കമുണ്ടോ? നിലവിൽ റിമാൻഡിലുള്ള ഈ സജീവന്റെ ബന്ധുക്കൾ പരാതി നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുവരെയും പരാതി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആർക്കും തന്നെ പരാതി നൽകിയിട്ടില്ല. എന്തായാലും ഈ ദൃക്സാക്ഷികളാണ്, നാട്ടുകാരായ അവിടെ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരാണ് പറയുന്നത് ഇയാൾ അക്രമാസക്തനായതല്ല, പക്ഷേ പോലീസ് ഇയാളെ ക്രൂരമായി വലിച്ചിഴയ്ക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സ്വബോധമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. ഈ സമയം ഒരുപക്ഷേ പോലീസ് ഇയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാവാം. എങ്കിൽ പോലും ബൂട്ടിട്ട് തറയിൽ വീണ ശേഷവും ബൂട്ടിട്ട് ചവിട്ടുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലുണ്ട്. അത്തരത്തിൽ ക്രൂരമായൊരു മർദ്ദനം ആ ഒരു ആശുപത്രിയിൽ വെച്ച് തന്നെ സംഭവിച്ചത് നാട്ടുകാരിൽ എതിർപ്പുണ്ട്. നാട്ടുകാർ പലരും ആ ഒരു പ്രതിഷേധം നമ്മളോട് തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മർദ്ദനം വളരെ ക്രൂരമായി പോയി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. യെസ്, അഭിലാഷ്,
ഈ ആശുപത്രി അധികൃതർ, അതായത് ആശുപത്രിയിൽ ഇയാൾ പരാക്രമം കാണിച്ചിരുന്നു. നമുക്കറിയാം പലപ്പോഴും മദ്യപിച്ചെത്തുന്ന ആളുകൾ ആശുപത്രി ജീവനക്കാരെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം താലൂക്ക് ആശുപത്രി, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകം, അവിടെയും സമാനമായ രീതിയിൽ ഒരു വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഈ സന്ദീപ് എന്ന അധ്യാപകൻ അക്രമാസക്തനായത്, അവിടെ പരാക്രമം കാട്ടിയത്, ഒരു കൊലപാതകം നടത്തിയത്. അങ്ങനെ ഈ ആശുപത്രി ജീവനക്കാർക്ക് നേരെ ഇയാളുടെ ഭാഗത്തു നിന്നൊരു അതിക്രമം ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ ആശുപത്രി മറ്റു പരാക്രമം കാണിച്ചിരുന്നോ? അങ്ങനെയെങ്കിൽ ഇവിടെ ഈ അതിക്രമം കാണിച്ച സജീവനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പരാതി പോലീസിന് ലഭിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഈ ആശുപത്രി ഉപകരണങ്ങൾ ഉടയ്ക്കാൻ ശ്രമിക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന രീതിയിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതും റിമാൻഡ് ചെയ്തതും. എന്നാൽ ഇപ്പോൾ ഉയരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആ സമയം അവിടെ ഉണ്ടായിരുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരുമായ ആളുകൾ പറയുന്നത് പ്രകാരം ആണെങ്കിൽ ഇയാൾ മറ്റാരും തന്നെ ആക്രമിക്കുവാൻ ശ്രമിച്ചിട്ടില്ല എന്നും ഇയാളുടെ കൈതട്ടിയാണ് ഈ പരിശോധനാ ഉപകരണം നിലത്ത് വീണതെന്നും തുടർന്ന് ഇയാൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ പോകാൻ കൂട്ടാക്കിയില്ലായിരുന്നു. ഈ സമയമാണ് ഈ പോലീസ് ഇത്തരത്തിൽ ഇയാളെ പുറത്തേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുവരുന്നത്. പുറത്തെത്തിയ ശേഷവും ഈ ആശുപത്രിയുടെ പുറത്തെത്തിയ ശേഷവും ഇയാളെ ജീപ്പിൽ കയറ്റുന്നതിന് വേണ്ടിയും പോലീസ് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ മർദ്ദനത്തെയാണ് ഇപ്പോൾ നാട്ടുകാർ എതിർക്കുന്നത്. തീർച്ചയായിട്ടും ആശുപത്രിക്ക് പുറത്തിറക്കിയ ശേഷം ഇയാളെ ബലപ്രയോഗത്തിലൂടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇയാളെ പലതവണ ബൂട്ടിട്ട് ചവിട്ടുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നു. അതിലാണ് ഇപ്പോൾ നാട്ടുകാർക്ക് പ്രതിഷേധമുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് പരാതികളൊന്നും തന്നെ ഒരിടത്തും നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോ ആരും തന്നെ നൽകിയിട്ടില്ല. വ്യക്തമാണ്. അഭിലാഷാണ് ആറ്റിങ്ങലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. സ്പോട്ട് ലൈവ് തുടരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കടക്കുന്നു. IRGCയുടെ ഇന്റലിജൻസ് വിഭാഗം തലവൻ മേജർ ജനറൽ സയ്യിദ് മജീദ് ഖമേനി കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ടെഹ്റാനിൽ വ്യാപക ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 34 പേർ കൊല്ലപ്പെട്ടു. ഷെരീഫ് സാങ്കേതിക സർവകലാശാല കെട്ടിടം തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിലെ ഹൈഫയിൽ ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഗൾഫ് മേഖലയിലും ആക്രമണം ശക്തമായി. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ അധിക്ഷേപ പോസ്റ്റിന് പിന്നാലെയാണ് ആക്രമണം രൂക്ഷമായത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാബിച്ചു ചേരുന്നു. അജയ്, അതിശക്തമായ ആക്രമണം, നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം, ഇപ്പോൾ എന്താണ് സ്ഥിതി?
വളരെ രൂക്ഷം തന്നെയാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ. നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരം പങ്കുവയ്ക്കാനുള്ളത് IRGCയുടെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിട്ടുള്ള മേജർ ജനറൽ സയ്യിദ് മജീദ് ഖദേമി കൊല്ലപ്പെട്ടു എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ്. ഈ IRGCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്രമണങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഈ കൊല്ലപ്പെട്ടത്. തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് IRGCയെ സംബന്ധിച്ച് ഈ പറയുന്ന സയ്യിദ് മജീദ് ഖദേമിയുടെ ഈ കൊലപാതകം എന്ന് പറയുന്നത്. എന്നാൽ ഇത് എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ നിമിഷത്തിൽ ലഭ്യമായിട്ടില്ല. ഇത് അൽ ജസീറയാണ് നിലവിൽ ഖദേമി കൊല്ലപ്പെട്ടു എന്നുള്ള ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇസ്രായേലിൻ്റെയും അതുപോലെ US-ൻ്റെയും സംയുക്ത ആക്രമണത്തിൽ തന്നെയായിരിക്കാം ഈ ഇദ്ദേഹത്തിൻ്റെ വധം എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആക്രമണങ്ങൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വളരെ അധിക്ഷേപകരമായിട്ടുള്ള ഒരു പോസ്റ്റ് ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ചിരുന്നു. അതിൽ അദ്ദേഹം ഇറാനിയൻ നേതാക്കളെ അദ്ദേഹം തന്തയില്ലാത്തവർ എന്നുവരെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് പങ്കുവച്ചത്. അതും ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അത് എത്രയും വേഗം തുറക്കണം, അതും തെറിപ്രയോഗം വരെ അദ്ദേഹം ആ പോസ്റ്റിൽ നടത്തിയിട്ടുണ്ട്. ഒരു ലോക നേതാവിനും ചേരാത്ത തരത്തിലുള്ള ഒരു ഭാഷാ പ്രയോഗത്തിലൂടെ അദ്ദേഹം തൻ്റെ ഒരു നിരാശ മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ട്രൂ സോഷ്യൽ പങ്കുവച്ചത്. അതിനുശേഷം ഇറാൻ അതിൻ്റെ പ്രതികരണം അറിയിച്ചിരുന്നു. അതായത് ട്രംപ് ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇറാന് മുന്നിൽ വച്ചിട്ടുള്ള ഒരു പ്രൊപ്പോസൽ, അതായത് ഹോർമുസ് കടലിടുക്ക് തുറക്കണം, അതിന് പകരമായി 45 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വരും എന്നുള്ള പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രൊപ്പോസൽ ഇറാനിൽ വന്നിരുന്നു. ആ ഒരു പ്രൊപ്പോസലും ഇറാൻ തള്ളിക്കളഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ ഈ പ്രസ്താവന അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നുള്ള ആവശ്യം അത് തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. ഇനി 48 മണിക്കൂറാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം. അത് ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്, അത് ഇന്ത്യൻ സമയത്തിലേക്ക് വരുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ 5:30 അവസാനിക്കും. അതിനുശേഷം ഇറാനിലുള്ള പവർ പ്ലാന്റുകളും അതുപോലെ തന്നെ പാലങ്ങളും തകർക്കും എന്നതാണ് ട്രംപിന്റെ വലിയൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിന് പിന്നാലെ നിലവിൽ പശ്ചിമേഷ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ടെഹ്റാനിൽ നടന്നിട്ടുള്ള വിവിധ ആക്രമണങ്ങളാണ്. ടെഹ്റാനിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ ഏതാണ്ട് 34 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. അവിടെയുള്ള ഷെരീഫ് സാങ്കേതിക സർവകലാശാലയിലും മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ സർവകലാശാലയിലെ വിവിധ ഭാഗങ്ങൾ ഈ ആക്രമണത്തിൽ നശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ടെഹ്റാൻ നഗരത്തിനുള്ളിൽ തന്നെയുള്ള അജയ് നേരത്തെ സൂചിപ്പിച്ചു, ട്രംപിന്റെ ഭാഗത്തുനിന്ന് അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ, പ്രസ്താവനകൾ വരുന്നു. ഇത് ഇറാനെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ഇറാനെ തച്ചു തകർക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി സാഹചര്യം കൂടുതൽ രൂക്ഷമാകില്ലേ? ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക? തീർച്ചയായിട്ടും ഒരു ആശങ്കാജനകമായിട്ടുള്ള കാര്യം തന്നെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഒരു സംശയവുമില്ലാതെ പറയാനാകും. ഇപ്പോൾ അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ വഴി നമുക്ക് ലഭിക്കുന്നത്. ഇത് ട്രംപിൻ്റെ ഈ പ്രസ്താവന ഇറാൻ തള്ളിക്കളഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇറാനിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ഈ വ്യാപക ആക്രമണം ഉണ്ടാകുന്നത്. 34 പേർ ഇതിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതും ഒരു യൂണിവേഴ്സിറ്റി തന്നെ, ഷെരീഫ് സാങ്കേതിക യൂണിവേഴ്സിറ്റി തന്നെ പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഈ യൂണിവേഴ്സിറ്റി ഷെരീഫ് സർവകലാശാലയുടെ ഡയറക്ടർ ഇതിൻ്റെ കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി പിന്നീട് പങ്കുവച്ചിരുന്നു. ഇതൊക്കെ നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴി പുറത്തു വന്നതാണ്. അതുപോലെ ഈ ടെഹ്റാനുള്ളിൽ തന്നെയുള്ള മറ്റൊരു പ്രവിശ്യയായിട്ടുള്ള ബഹ്റിസ്ഥാനിലും കനത്ത ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാനിലെ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് ഈ ബഹ്റിസ്ഥാൻ
പാകിസ്ഥാനിലാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഈ മറ്റ് പാർലമെന്റ് കെട്ടിടങ്ങൾ അതുപോലെ സർക്കാർ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഈ നിമിഷം ലഭ്യമല്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമുണ്ട്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്, 7 പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഇറാന്റെ തിരിച്ചടികളും അതേസമയം തന്നെ വളരെ രൂക്ഷമായി തുടരുകയാണ്. ഇപ്പോൾ ഇസ്രായേലിനുള്ളിലുള്ള ഹൈഫ എന്ന് പറയുന്ന നഗരത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ആക്രമണവും നടന്നത്. ഈ ആക്രമണത്തിൽ ഒരു 6 നില കെട്ടിടം തകർന്നു വീണതായിട്ട് റിപ്പോർട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. 2 പേരെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ മറ്റ് 2 പേർക്കായിട്ടുള്ള തെരച്ചിലും നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലെബനനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണവും വളരെ രൂക്ഷമാണ്. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 10 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഈ തെക്കൻ പ്രവിശ്യയിലും അതുപോലെ ബെയ്റൂട്ടിലും അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട 10 പേരിൽ ഈ 9, 10, 15 വയസ്സുള്ള കുട്ടികൾ ഉണ്ടെന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ വിവിധ ഗൾഫ് നാടുകളിലും നിലവിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്. വടക്കൻ കുവൈറ്റിൽ ഒരു മിസൈൽ അവശിഷ്ടം പതിച്ച് 6 പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ അബുദാബിയിൽ ഒരാൾക്ക്, ഒരു വിദേശി പൗരന് പരിക്കേറ്റതായിട്ടും നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. കുഞ്ഞുങ്ങളടക്കം, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. നിരവധി മനുഷ്യ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. അതോടൊപ്പം ഒട്ടേറെ കെട്ടിടങ്ങൾ തകരുന്നു. ഒരു നിരവധി ആളുകളുടെ അധ്വാനമാണ് ഇതോടെ തകർന്ന് തരിപ്പണമാകുന്നത്. അതോടൊപ്പം വിപണിയെയും അത് പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും നഷ്ടത്തിലായിരുന്നു. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്ന സാഹചര്യം. ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ വിലക്കയറ്റമടക്കം പല വസ്തുക്കൾക്കും ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോൾ വലിയ രീതിയിൽ വില വർദ്ധിക്കുന്നതും ആശങ്കയോടെ കാണേണ്ട കാര്യമാണ്. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. കായംകുളം സ്വദേശികളായ ദമ്പതികൾ വിദേശ രാജ്യങ്ങളിലും കോടികളുടെ തട്ടിപ്പ് നടത്തിയതായാണ് പരാതിയിൽ പറയുന്നത്. ബഹ്റൈനിൽ ലാപ്ടോപ്പുകൾ മറിച്ച് വിൽപ്പന നടത്തി വണ്ടി ചെക്ക് നൽകി മുങ്ങിയതായും പരാതിയുണ്ട്. സംസ്ഥാനത്ത് മാത്രമായി 20 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. കായംകുളം സ്വദേശികളായ ബിജു ബാലൻ, ഭാര്യ രശ്മി എന്നിവരെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഈ തവണ ബഹ്റൈനിൽ പോയിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ 200 ലാപ്ടോപ്പ് വാങ്ങി അവരെന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞതാണ്. അവരുടെ നമ്പറെല്ലാം ഞാൻ തരാം, എല്ലാം ജെന്യൂനാണിത്. വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വ്യാഴാഴ്ച ബാങ്ക് ടൈം കഴിയുന്നവരെ ചെക്ക് കൊടുക്കാനായിട്ട് താമസിപ്പിച്ചു. ബാങ്ക് ടൈം കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച ചെക്ക് കൊടുത്തു. അന്നേരം വ്യാഴാഴ്ച ക്ലിയറൻസിന് പോയി കഴിഞ്ഞാൽ അന്ന് ക്ലിയർ ആകത്തില്ല. വെള്ളി ശനി അവിടെ അവധി. ഞായറാഴ്ച ചെക്ക് റിട്ടേൺ ആക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വ്യാഴാഴ്ച തന്നെ ഈ ലാപ്ടോപ്പും സാധനങ്ങളും 6 കോടി രൂപയുടെ തട്ടിപ്പോടെ നടത്തിയതാണ് അറിഞ്ഞത്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. അന്നേരം ഈ വെള്ളിയാഴ്ച എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് ഈ പറയുന്ന കണക്ക് 20%, 30% മാർക്കറ്റ് വിലയേക്കായും കുറച്ചും കൊടുത്തു, പൈസയാക്കി. ആ വെള്ളിയാഴ്ച തന്നെ അവിടെ നിന്ന് കയറി. ഇത് കണ്ടതിന് ശേഷം ഇത് നിങ്ങളുടെ ചാനലിലേക്ക് തന്നെ ഇവർ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരും. ഈ പാവങ്ങൾക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ വേറെ ഡീറ്റെയിൽസ് തന്നിട്ട് അവർ അയച്ചു തന്നതാണ്. ആ ആൾക്കാരെ ചെക്കുകളും കാര്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം ദുബായിലുള്ള ഏതോ ഡെമ്മി കമ്പനിയുടെ ചെക്ക് കൊടുത്തിട്ട് അത് വേറെ പർച്ചേസ് നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഇതുപോലെ വർഷങ്ങളായിട്ട് ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഈ അടുത്ത ദിവസം ഇവർ ഇനിയും ആരും ഇവരുടെ വലയിൽ വീഴാതിരിക്കാനും ജനങ്ങൾ മനസ്സിലാക്കാനും, കാരണം ഈ ഗൾഫിലും ഒക്കെ ഈ ഇങ്ങനെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേപ്പർ കമ്പനികളുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യും. ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് ട്രാൻസാക്ഷൻ കഴിയുമ്പോഴത്തേക്ക് 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്ക് ക്രെഡിറ്റ് തരത്തില്ലെന്ന് ചോദിക്കും. എനിക്ക് ദുബായിലും ഒക്കെ കമ്പനികളിലാണ്, പക്ഷേ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചെറിയ എമൗണ്ടിനെ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ പിക്കപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് മലയാളികളുടെ ഉപജീവന മാർഗ്ഗത്തിൽ ഇങ്ങനെ വലിയ തിരിച്ചടി. ഇപ്പം 60 ലക്ഷം രൂപ ലാപ്ടോപ്പിൻ്റെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ചില തട്ടിപ്പ് കമ്പനികൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് തുടങ്ങുന്നു. അതിൻ്റെ മറവിൽ നടത്തിയ തട്ടിപ്പ്, അത് ചെറിയ തട്ടിപ്പല്ല, കോടികളുടെ തട്ടിപ്പ്. ബിജുവും ഭാര്യ രശ്മിയും നടത്തിയ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? നിലവിലെ എത്ര പേരാണ് ഇവരുടെ തട്ടിപ്പിന് ഇരകളായിട്ടുള്ളത്?
തീർച്ചയായും ടോം, വലിയ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവരെ പോലീസ് പിടിച്ചത്. പുയപ്പള്ളി പോലീസാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട പരാതിക്കാരൻ്റെ പരാതിയുടെ അന്വേഷണത്തിലാണ് ഈ രണ്ടുപേരെയും മരടിൽ നിന്നും പിടികൂടിയത്. അപ്പോൾ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. സംസ്ഥാനത്തൊട്ടാകെ ഇവർക്കെതിരെ വലിയ പരാതികൾ നിലനിൽക്കുന്നു. വിവിധ സ്റ്റേഷനുകളിലായിട്ട് വിസ തട്ടിപ്പ്, വിവാഹ വാഗ്ദാനം തട്ടിപ്പ്, അങ്ങനെ നിരവധി തട്ടിപ്പുകൾ, ഈ മണി ചെയിൻ പോലെയുള്ള തട്ടിപ്പുകൾ അടക്കം കോടികളുടെ, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 20 കോടിയിലധികം തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന മറ്റൊരു വാർത്തയുണ്ട്. മറ്റ് രാജ്യങ്ങളിലും, ബഹ്റൈൻ, അബുദാബി പോലെയുള്ള രാജ്യങ്ങളിലും ഈ തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നു. ബഹ്റിനിൽ നിന്നും ഇപ്പോൾ നമുക്ക് വന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ലാപ്ടോപ്പ്, 201 ലാപ്ടോപ്പ് ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരാൾ മുഖേന ഇയാൾ വാങ്ങി അത് വില കുറച്ച് മറിച്ച് വിറ്റതിന് ശേഷം ഒരു ചെക്ക് നൽകുന്നു. ഈ ചെക്ക് ബാങ്കിൽ നൽകിയപ്പോൾ ഇത് വണ്ടി ചെക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബാങ്ക് അവധി ദിവസങ്ങൾ കണക്കിലെടുത്ത് ഉള്ള ഡേറ്റിലാണ് ചെക്ക് നൽകിയതെന്നും ഒരു ആരോപണമുണ്ട്. തുടർന്ന് ഇയാൾ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പെട്ടെന്ന് എത്തുന്നു. അപ്പോൾ ഇത്തരം വലിയ തട്ടിപ്പുകളാണ്. അപ്പോൾ വിദേശത്ത് തന്നെ ഇയാളുടെ തട്ടിപ്പിനിരയായി നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് തന്നെ അറിയുന്നു. നിരവധി പേർ ജയിൽവാസം അനുഭവിക്കുന്നുണ്ട്. കാരണം തന്ത്രപൂർവ്വമാണ് ഇയാൾ ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയിരിക്കുന്നത്. കായംകുളം സ്വദേശിയാണ് രശ്മി, ഇയാളുടെ ഭാര്യയാണ്. ഇവർ തമ്മിൽ ബന്ധം വേർപെടുത്തിയതാണെന്ന് ഉള്ള ഒരു നിയമപരമായ ഒരു രേഖ ഒരു വക്കീൽ നിന്നും വാങ്ങുകയും, അതായത് വ്യാജരേഖ വാങ്ങുകയും, മാട്രിമോണി സൈറ്റിൽ ഇയാൾ ചില പെണ്ണുങ്ങളുമായി ചാറ്റ് ചെയ്ത് ബന്ധം വേർപെടുത്തിയ ആളാണ്. രണ്ടാം വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന രീതിയിൽ അങ്ങനെ അവരുടെ മനസ്സിൽ കയർപ്പറ്റുകയും അങ്ങനെ സ്വീകാര്യത മനസ്സിലാക്കി അങ്ങനെ അവരെ ഈ ചീറ്റിങ്ങിൽ ഏർപ്പെടുത്തി, അങ്ങനെ ഹണി ട്രാപ്പ് പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് കേസുകൾ സംസ്ഥാനത്തൊട്ടാകെ ഇത് കൂടാതെ തന്നെ ഉണ്ട് ടോം. എന്തായാലും ഈ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസമാണ് പുയപ്പള്ളി പോലീസ് എറണാകുളം അതീവ ഗുരുതര സ്വഭാവമുള്ളൊരു കേസാണിത്. ഈ ദമ്പതികൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല, ബിജു ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഈ മാട്രിമോണിയൽ സൈറ്റിൻ്റെ മറവിൽ അവിടെ പരസ്യം നൽകി യുവതികളുമായി ബന്ധം സ്ഥാപിച്ച് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുമില്ലേ? അത്തരമൊരു പരാതികൾ വന്നിട്ടുണ്ടോ? മാത്രമല്ല, എത്ര വർഷമായി ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട്? തീർച്ചയായും ടോം, നിരവധി പരാതികളാണ് ഇവർക്കെതിരെ വന്നത്. പക്ഷേ പോലീസ് ഇത് അന്വേഷിക്കാൻ കാര്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്നും ഈ പരാതിക്കാർ പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിനടക്കം ഇതിന്റെ പരാതികൾ നൽകിയിട്ടുണ്ട്. കൊല്ലം സ്വദേശിനിയായ ഒരു യുവതി സമാനമായ രീതിയിൽ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസ് എന്ന് അറിയുന്നത്. പക്ഷേ ഇവരെ ഇപ്പോൾ പിടികൂടിയത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഓയൂർ പുയപ്പള്ളി സ്വദേശിയായ ഒരു വ്യവസായിയെ 10 ലക്ഷം രൂപ ഇയാൾ കബളിപ്പിച്ചു. ഓസ്ട്രേലിയയിൽ വിസ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ പരാതിയിൽ മേലുള്ള അന്വേഷണത്തിലാണ് ഇരുവരെയും പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ ടോം സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. നിലവിൽ ഈ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മാട്രിമോണി സൈറ്റിൽ സ്ത്രീകളുമായിട്ട് ഇടപെട്ട് അങ്ങനെ അവരുടെ ഒരു വിശ്വാസത്തെ നേടിയെടുത്തിട്ടാണ് തട്ടിപ്പ് നടത്തിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇവർ നല്ലൊരു അടുപ്പം ഇയാൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ടാണ് പിന്നീടും ഇവർ മറ്റ് ഒരുമിച്ച് റൂം എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ, മൊബൈൽ ദൃശ്യങ്ങളടക്കം ഇയാൾ കൈക്കലാക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഈ പെണ്ണിൽ നിന്ന് പണം തട്ടും. ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ പിന്നീട് ഈ സ്ത്രീ ഇയാളെ വിളിക്കുമ്പോൾ ഫോൺ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ നടക്കത്തില്ല. ഇയാൾ പിന്നെ ഏതെങ്കിലും വിദേശ രാജ്യത്തായിരിക്കും, വലിയ തിരക്കുള്ള ആളായിട്ടൊക്കെ അഭിനയിക്കും. അപ്പോഴേക്കും ലക്ഷങ്ങൾ ഈ പെണ്ണിൽ നിന്നും ഇയാൾ തട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൂടുതലും പരാതിക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. നിരവധി പെണ്ണുങ്ങൾ, ഒരുപാട് പേർ പരാതിപ്പെടാൻ തന്നെ മടിച്ചു നിൽക്കുന്നു എന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് രഹസ്യ വിഭാഗം അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഇവർ പിടിയിലായിട്ടുള്ളത്. ഈ രണ്ടുപേരും, ഈ സ്ത്രീയും ദമ്പതികളാണ് ഈ തട്ടിപ്പിന്റെ മെയിനായിട്ട് തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇതിന്റെ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അടക്കം നടത്തിയിട്ടുണ്ട്. പല ആൾക്കാരെയും കബളിപ്പിച്ചിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇവരുടെ തട്ടിപ്പിനിരയായവർ അതായത് ഗൾഫ് രാജ്യങ്ങൾ നമുക്കറിയാം, ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ പോയി ജോലി അന്വേഷിക്കുന്ന നിരവധി പേരുണ്ട് ടോം. അങ്ങനെ അവിടെ ചെന്ന്
ഇത്തരം കമ്പനികൾ പരസ്യങ്ങൾ കണ്ട് അവർ കമ്പനിയിൽ ചേരും, ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്യും. അങ്ങനെ ജോലിയിൽ കയറിയിട്ട് തട്ടിപ്പിന് ഇരയായവരാണ് അധികം ആൾക്കാർ. നാട്ടിൽ വരാൻ കഴിയാതെ കിടക്കുന്നവരുണ്ട്, ഒരുപാട് പേർ കേസിൽ പെട്ടവരുണ്ട്. ഇതെല്ലാം പക്ഷേ തന്ത്രപൂർവ്വം ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ട്, അതായത് ഇവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മുന്നിൽ നിർത്തിയാണ് ഇയാൾ ഈ കളികളെല്ലാം കളിക്കുന്നത്, കള്ളത്തരം കാണിക്കുന്നത്. ഈ സമാനമായ ഈ ഒരു പരാതി അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നതും. ഈ ലാപ്ടോപ്പിന്റെ മറവിൽ ഞാൻ പറഞ്ഞില്ല, 201 ലാപ്ടോപ്പുകളാണ് ഒരു മലയാളിയുടെ സഹായത്താൽ ഇയാൾ കമ്പനിയിലേക്ക് വാങ്ങിയത്. ആദ്യം 1-2 ലാപ്ടോപ്പുകൾ വാങ്ങി കൃത്യമായി പണം കൊടുത്ത് അവരുമായിട്ട് നല്ലൊരു ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് എത്തുന്നു. തുടർന്നാണ് ബൾക്കായിട്ട് ഈ ഒരു ലാപ്ടോപ്പ് ആവശ്യപ്പെട്ടത്. 201 ലാപ്ടോപ്പുകൾ കിട്ടിയപ്പോൾ തന്നെ ഈ ലാപ്ടോപ്പ് കുറഞ്ഞ വിലയ്ക്ക് മറിച്ചു വിറ്റു എന്നാണ് ഒരു പരാതി. കുറഞ്ഞ വിലയ്ക്ക് മറിച്ചു വിറ്റ് ആ പണം സ്വരുക്കൂട്ടിയ ആൾ ഉടൻ തന്നെ ഒരു ചെക്കും എഴുതി കൊടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. നിലവിൽ ആ കമ്പനി ഇപ്പോൾ വ്യാജമാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഓഫീസിൽ ആരും തന്നെ ഇല്ല. ഇതിന് ഇടനിലക്കാരനായിട്ട് മറ്റൊരു കമ്പനിയിൽ നിന്നും ബൾക്കായിട്ട് ഈ ലാപ്ടോപ്പുകൾ വാങ്ങി നൽകിയ മലയാളി ഇപ്പോഴും കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം 60 ലക്ഷം രൂപയോളം അയാൾ അപ്പോൾ അവിടെ അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. നമുക്കറിയാം, ഈ അന്യ രാജ്യങ്ങളിൽ പോകുമ്പോൾ മലയാളികൾ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ചൂഷണം മറയാക്കിക്കൊണ്ട് ഇങ്ങനെ ഈ കബളിപ്പിക്കുന്ന തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോഴും വിലസുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരുപാട് തട്ടിപ്പുകൾ, നമുക്ക് ഈ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികളെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സമ്മാനം അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പല നമ്പറുകൾ വരാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണെന്ന് നമുക്ക് ചിലപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജോലി തേടി പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ട്രാപ്പിലകപ്പെടുന്നത്. അവരെ കൊണ്ട് ഇങ്ങനെ വിളിപ്പിക്കുന്നു. ഇതിൻ്റെ പിന്നിലെല്ലാം മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മലയാളികളെ തന്നെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ രണ്ടുപേരെ പിടികൂടി എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. അവരിപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അവർക്കെതിരെ നിരവധി പരാതികളുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ഒരു ആശങ്കാജനകമായ കാര്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ വിവരങ്ങൾ നൽകിയത്. ദമ്പതികളുടെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ബിജുവും ഭാര്യയും നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണ് പോലീസ്. കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ വനമേഖലയിൽ കുടുങ്ങിയ ഒറ്റപ്പെട്ട കോഴിക്കോട് നാദാപുരം സ്വദേശി ശരണി എന്ന യുവതിയുടെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി പരിശോധിച്ചതാണ്. ഏറെ ചർച്ചയായതാണ്. 4 ദിവസം കുടക് വനത്തിൽ കഴിഞ്ഞ അനുഭവം വിവരിക്കുകയാണ് നാദാപുരം സ്വദേശിനി ശരണ്യ. വെള്ളം മാത്രം കുടിച്ചാണ് 4 ദിവസം കഴിഞ്ഞത്. ഒറ്റപ്പെട്ടെങ്കിലും കാര്യമായ ഭയം മനസ്സിലുണ്ടായില്ല. ഡ്രോണുകളടക്കം തിരച്ചിലിനെത്തിയാൽ ശ്രദ്ധയിൽപ്പെടാനാണ് പാറയുടെ പുറത്തിരുന്നത്. ഇടവേളകളിൽ ഉച്ചത്തിൽ കൂവി ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത്തരത്തിൽ കൂവി നോക്കിയപ്പോൾ തിരിച്ചു കൂവിയതാണ് രക്ഷാസംഘത്തെ കണ്ടുമുട്ടാൻ സഹായകമായതെന്നും യുവതി ന്യൂസ് 18 പറഞ്ഞു. കർണാടകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി, വന്യജീവികൾ വിഹരിക്കുന്ന കൊടും കാട്, അതിൽ ഒറ്റപ്പെട്ടു പോയ ഒരു യുവതിയുണ്ട്. കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ലോകം മുഴുവൻ കാത്തിരുന്ന ശരണ്യ. പക്ഷേ ശരണ്യ ഇപ്പോൾ സൂപ്പർ ശരണ്യയായി മാറിയിരിക്കുകയാണ്. എന്താണ് ശരിക്കും അവിടെ കാട്ടിൽ സംഭവിച്ചത്? കുറേയൊക്കെ നടന്നു നോക്കി, ഏകദേശം ലൊക്കേഷൻ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് നടന്നു നോക്കി. പിന്നെ ഒരു ഉച്ചയ്ക്കൊരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴും നെറ്റ്വർക്ക് ചെറുതായിട്ട് വന്നപ്പോൾ എൻ്റെ ഹോം സ്റ്റേ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, വഴി തെറ്റിയിട്ടുണ്ട്, ചെക്ക് പോസ്റ്റിലൊന്ന് ഇൻഫോം ചെയ്യണമെന്ന്. പക്ഷെ ആളത് കറക്റ്റായിട്ട് കേട്ടോന്ന് എനിക്കറിയില്ല. ചെക്ക് പോസ്റ്റിലെത്തിയാൽ വിളിക്കാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്തു. പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രണ്ടിന് ടെക്സ്റ്റ് ചെയ്യായിരുന്നു. ഇവരുടെ ഒരു ആരണ്യ സംതിങ് അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, അതിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ട്രക്കിംഗ് ഒക്കെ. അപ്പം അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എടുത്ത് വിളിക്കുക, എൻ്റെ ഇത് ലോസായി എന്ന് പറഞ്ഞിട്ട്. അത് ടൈപ്പ് ചെയ്ത് സെൻഡ് ബട്ടൺ അമർത്തുമ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇനി കമ്മ്യൂണിക്കേഷൻ ഇല്ല, സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്താലേ രക്ഷപ്പെടുമെന്ന്. അങ്ങനെ നടക്കുമായിരുന്നു. എപ്പോഴാണ് അവിടെ കുടകിൽ ചെന്നത്? ഇപ്പോൾ ഒറ്റയ്ക്കൊന്നും അകത്തേക്ക് കടത്തി വിടില്ല അല്ലേ, ഒരു ഗ്രൂപ്പായി കടത്തി വിടുള്ളൂ. നിങ്ങൾ എത്ര പേരുള്ള സംഘമായിരുന്നു? ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. ഞാൻ കയറുമ്പം ഒരു 6 പേരുടെ ഗ്രൂപ്പും ഞാനും പിന്നെ ഒരു 3 പേരുടെ ഗ്രൂപ്പ് വരുന്നുണ്ടായിരുന്നു. പിന്നെ 2 പേര് പിന്നെ എപ്പോഴും കയറിയെന്ന് തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരാണോ കയറിക്കൊണ്ടിരുന്നത്, അതോ എപ്പോഴും ഗ്രൂപ്പായിട്ടാണോ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്? അതെങ്ങനെ ഈ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയത് ഏത് സാഹചര്യത്തിലായിരുന്നു? അല്ല, അവർ ആദ്യം ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടുമ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒന്നിച്ചാണ് വിടുന്നത്. ഒരു ടൈമിൽ മീൻസ് ഇപ്പം 8 o'clock വിടുമെന്ന് പറഞ്ഞിട്ട് വന്നവരെല്ലാവരെയും ഇവിടെ ഇരുത്തിയിട്ട് ഒന്നിച്ചാണ് വിടുന്നത്. ഇത് മേലെത്തിയ ശേഷം ഇറങ്ങുന്നതാണ്. അപ്പം പീക്കിലെത്തിയാൽ ചിലർ കുറേ നേരം അവിടെ നിൽക്കും, കുറച്ച് നേരം പെട്ടെന്ന് ഇറങ്ങുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്കാണ് വഴി തെറ്റിയത്. എത്ര നേരം എടുത്ത് പീക്കിലെത്താൻ? ശരിക്കും
ചെറിയ ടൈമേ ഉള്ളൂ, 2 hours ഒക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഇതിൻ്റെ ഗ്യാസ് ഉണ്ടോ, അതോ ഫുഡ്, വെള്ളം, അങ്ങനെ മറ്റു സാമഗ്രികളുണ്ടോ, അതോ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണോ പോകുന്നത്? അല്ല, ഇത് ചെറിയ ട്രക്കായ കാരണം ഞാൻ പവർ ബാങ്ക് ഒന്നും കരുതിയില്ല. ഫോൺ ഉണ്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നു, ഒരു പഴം ഉണ്ടായിരുന്നു, ഒരു 500 ml വെള്ളം ഉണ്ടായിരുന്നു. ഇത്ര സാമഗ്രികൾ മാത്രമേ കയ്യിലുണ്ടാവും. പിന്നെ ID കാർഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ. സാധാരണ നമ്മൾ ഈ കുറച്ച് ദീർഘയാത്രയ്ക്ക് പോകുമ്പം പവർ ബാങ്കും മറ്റ് സജ്ജീകരണങ്ങളൊക്കെ കരുതാറുണ്ട് അല്ലേ? അതെ, സാധാരണ ഞാൻ ട്രക്കിങ്ങിന് പോകുമ്പോഴും എടുക്കാറുണ്ട്. ഇത് വളരെ ചെറിയ ട്രക്കാണ്, 12 മണിയാകുമ്പോഴേക്ക് താഴെ എത്താം എന്നുള്ളതുകൊണ്ടാണ് ഒന്നും എടുക്കാറുള്ളത്. എപ്പോഴാണ് ശരിക്കും വഴി തെറ്റിയത്? എങ്ങനെ ഒരു നായെ കണ്ട് നിൽക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതോ എങ്ങനെയാണ് വഴി തെറ്റി? ഈ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് പിരിഞ്ഞത് ശരിക്കും? പീക്കിൽ നിന്ന് ഒരു 2 ടേണൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടേണൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 പേരും ഞാനുമായിരുന്നു ആദ്യം ഇറങ്ങിയത്, ബാക്കി എല്ലാവരും മേലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നുപോയി. അപ്പോൾ ഞാൻ ബാക്കിൽ നോക്കിയപ്പം അവരൊരു സ്ഥലത്ത് ഒരു പാർപ്പുറത്തിരിക്കുന്നുണ്ട്, ഒരു നായ ഉണ്ടായിരുന്നു, അത് ആ സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരും കൂടെ വന്നിട്ട് ഒന്നിച്ച് പോകാമെന്നുള്ള രീതിയിൽ താഴെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ കാണാനില്ല. പിന്നെ പീക്കിലുള്ള കുറച്ച് പേരെ ഞാൻ കുറച്ച് നടന്ന് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ അവരുടെ അടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേലെയാണ് അവരെ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ മല കറങ്ങി അങ്ങനെ വരുമായിരുന്നു. ലെഫ്റ്റ് സൈഡ് കുറേ നേരം കറങ്ങിപ്പോയിട്ടും കണ്ടില്ല, താഴെ ആളില്ല മേലെ ആളില്ല. ചെറിയ ഡൗട്ടായി. പിന്നെ ഞാൻ കയറുമ്പോൾ കണ്ട കുറച്ച് അടയാളങ്ങളൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കി, അത് കറക്റ്റായിട്ടല്ല കാണിക്കുന്നത്. അത് ജസ്റ്റ് ലെഫ്റ്റ് കുറച്ച് പോയിട്ട് 3.8 kilometers കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് കറക്റ്റ് അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എവിടെ വന്നിട്ട് സെറ്റിൽഡ് ആയത്? എങ്ങനെയുള്ള ഒരു സ്ഥലം നോക്കിയാൽ സെറ്റിൽഡ് ആയത്? അവിടുന്ന് പിന്നെ മൂവ് ചെയ്തില്ലായിരുന്നു? ഇല്ല, ഞാനൊരു 6:45 ആയപ്പോഴാണ് ആ ഒരു അരുവിയുടെ ഒരു ഏരിയ ആയിരുന്നു, ഒരു വലിയ പാറയുടെ ഏരിയ, സൈഡിൽ കൂടെ ഒരു അരുവി പോകുന്നുണ്ട്. അവിടെ നിന്ന് 6:45 ശേഷം നമ്മൾ നടക്കുകയാണെങ്കിൽ അപകടമായിരിക്കും എന്ന് പറയുന്നതുകൊണ്ട് അതങ്ങനെ ഇരുട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കാമെന്ന് വെച്ചു. വെള്ളമുള്ള ഏരിയ ആണ്, വെള്ളം കുടിക്കാം. പിന്നെ മൃഗങ്ങൾക്ക് ആക്സസ് കുറഞ്ഞ ഏരിയ ആണ്, മീൻസ് വെള്ളം കുടിക്കാനായിട്ട് മൃഗങ്ങൾ വരാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ സ്റ്റേ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അല്ല, അവിടെ ഈ തിക്ക് ഫോറസ്റ്റ്, ഒരു ഫോറസ്റ്റ് കവർ ഇല്ലായിരുന്നു അവിടെ? കനോപ്പിയുള്ള അങ്ങനെ ഒരു സ്ഥലമായിരുന്നില്ല? അതോ? 2 സൈഡിലും നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്, പക്ഷേ ഈ ഒരു പാറ അത്യാവശ്യം വലിയതായിരുന്നു. അപ്പോഴൊക്കെയാ ഈ ഇടവേളയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോവോ? രാവിലെ കുറച്ചേരം, ഉച്ചയ്ക്ക് റൊട്ടീനായിരുന്നു. 3 നേരം പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ബോറടിക്കുമ്പോൾ പോവുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേയും ഇൻ കേസ് അറിഞ്ഞില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഓഫീസിൽ എൻ്റെ ലാസ്റ്റ് ലൊക്കേഷനൊക്കെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യായിരിക്കും. കാട്ടിലൊരു കാഴ്ച കാണാൻ ഇപ്പം നമ്മൾ രാത്രിയിൽ ഒരു ഒറ്റപ്പെട്ട കാട്, ഇത് ഡെൻസ് ഫോറസ്റ്റ് ആണ്. ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ മഞ്ഞുണ്ടാവും, ഒരുപാട് കാഴ്ച. എങ്ങനെയാണ് ആ ഒരു പാറപ്പുറത്ത് ഇരുന്നിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വിഷൻ എങ്ങനെയുണ്ട്? ശരിക്കും നമ്മൾ ഇവിടുത്തെ രാത്രി പോലെയല്ല, കാട്ടിൽ രാത്രി കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളാണ്. ലൈക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വലിയ മീൻസ് മരങ്ങളുള്ള വലിയ കാടാണ്. ലെഫ്റ്റ് സൈഡും നല്ല കാടാണ്. റൈറ്റ് സൈഡ് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല, ചെറിയ കുറ്റിക്കാട് അങ്ങനെയൊക്കെയാണ്. എന്നാലും ഡെൻസാണ്, നടക്കാൻ പറ്റാത്ത ഏരിയയാണ്. കാട്ടിലൊരു വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ആദ്യം ചീവീട് സ്റ്റാർട്ട് ചെയ്യും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നിറയെ മിന്നാമിനുങ്ങൾ വരും. സീസണിലാണോ എനിക്കറിയില്ല, നിറയെ വരും. പിന്നെ ഈ സ്കൈ ഭയങ്കര ക്ലിയർ ആയിരിക്കും, നമുക്ക് സ്റ്റാർസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, സിനിമാ കഥ പോലെ വളരെ അത്ഭുതകരമായ രക്ഷപ്പെടലിൻ്റെ കഥയാണ് ശരണയുടേത്. സ്വാഭാവികമായും നമ്മളൊക്കെയാണ് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നെങ്കിൽ പിന്നെ പേടിച്ചൊരു യാത്രയെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷേ ഇവിടെ വളരെ രസകരമായാണ് ആ അനുഭവത്തെ ശരണ്യ കാണുന്നത്. വീണ്ടും ഇനി യാത്രകൾ പോകുമെന്ന് പറയുന്നു. ഇപ്പോൾ ഒരു ശരണ്യ ഏതെങ്കിലും ഘട്ടത്തിൽ ആ കാട്ടിൽ ഒറ്റപ്പെട്ടപ്പോൾ ഭയപ്പെട്ടിരുന്നോ? ടോം, കാട്ടിലകപ്പെട്ടപ്പോൾ തീരെ ഭയം ഉണ്ടായിരുന്നില്ല എന്നാണ് ശരണ്യ തീർത്ത് പറയുന്നത്. കാരണം മുൻപും ഇതുപോലെ ചെറിയ ട്രക്കിങ്ങളൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇത്തരത്തിൽ കാട്ടിൽ അകപ്പെട്ടു പോകുന്ന ഒരു സംഭവം ആദ്യമായാണ് ഉണ്ടായത്. ഭക്ഷണം കഴിക്കാതിരിക്കൽ അടക്കമുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചും വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല. കാരണം ഹോം സ്റ്റേയിൽ തങ്ങിയ ആളുടെ അടുത്തും ഒപ്പം സുഹൃത്തിനും മെസ്സേജ് അയച്ചിരുന്നു താൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി എന്ന് ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് അവർ ഉറപ്പായും എത്തും, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ തന്റെ അടുക്കിലേക്ക് എത്തും എന്നൊരു കൃത്യമായ ധാരണ ഈ ശരണ്യക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന ഒരു പാറക്കെട്ടിൽ കയറി ഇരുന്നാണ് അവർ ആ സമയം ചെലവഴിക്കാനായി ഉദ്ദേശിച്ചത്. അങ്ങനെ അവിടെ മണിക്കൂറുകളോളം തങ്ങി നിൽക്കുകയായിരുന്നു. ആ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ
എന്തെങ്കിലും ഡ്രോണുകളോ മറ്റോ എത്തിയാൽ അതിന്റെ ഒരു ശബ്ദം ആകർഷിച്ച് അത് പുറത്തേക്ക് അല്ലെങ്കിൽ കൈയൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ പിന്നീട് നടക്കുന്ന പരിശോധനയിൽ അതിന്റെ ഒരു കൃത്യമായ സ്ഥാനത്ത് ഇവർ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് അവർ വിശ്വസിച്ചത്. ഒപ്പം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ പറയാനായി മലമുകളിൽ കയറി നിന്ന് ഏറ്റവും ഉയർന്ന പീക്കിൽ കയറി നിന്ന് ബഹളം വെക്കുന്നു. അതായത് ഈ രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയ തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അത്തരം ഒരിക്കൽ ഈ ഒച്ച വെച്ചപ്പോൾ തിരിച്ച് ദൗത്യസംഘത്തിലെ ആളുകൾ ശബ്ദം വയ്ക്കുകയും പിന്നീട് വരെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയുമായിരുന്നു. എന്തായാലും സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലായിരുന്നു അവരുടെ ഒരു അതിജീവനം. കാരണം ഒരു വലിയ സംഘത്തോടൊപ്പം രണ്ടായി തിരിഞ്ഞ് 6 വീതമുള്ള 2 സംഘത്തോടൊപ്പം പോകുന്നു. ഇടയ്ക്ക് ആ കൂട്ടത്തിൽ നിന്നും വഴിതെറ്റി പോകുന്നു. പിന്നീട് ഒരു സ്ഥലത്ത് പോകുന്നു. ഒരു അരുവിയോട് ചേർന്ന ഒരു പാറക്കെട്ടിൽ നിലയുറപ്പിച്ച് അവിടെ തന്നെ മനസാന്നിധ്യത്തോട് നിൽക്കുന്നു. ഒരുപക്ഷെ ആ പാറക്കെട്ടിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ടാവാം മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കാൻ കഴിഞ്ഞത്. ആ പാറപ്പുറത്തേക്ക് ഈ ആനശല്യം ഒന്നും അതിന്റെ മുകളിലേക്ക് കയറി വിടില്ല എന്നൊരു കണക്കൂട്ടിൽ അവർക്ക് കൃത്യമായി ഉണ്ടായിരുന്നു. എന്തായാലും ആ കണക്കൂട്ടിലും ഒരു ആപത്ത് വരുമ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്ന മനസ്സാന്നിധ്യവും അവരെ രക്ഷപ്പെടുത്തിയെന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും വളരെ പക്വതയോടുകൂടി അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതിനെ കുറിച്ചൊന്നും വല്ലാതെ ആശങ്കകളില്ലാതെ തന്നെ സംസാരിക്കുന്ന ആളെയാണ് നമുക്ക് ഇന്ന് രാവിലെ കാണാൻ കഴിഞ്ഞത്. ടോം. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതുപോലുള്ള യാത്രകൾക്ക് പോകുമ്പോൾ അല്പം കൂടി ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ വേണം. കാരണം കൂട്ടം തെറ്റിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക നല്ലതാണ്. കാരണം ഒരു മാനസിക ഉല്ലാസത്തിന് ചില ഒറ്റപ്പെടലുകൾ മാറാൻ, അതല്ലെങ്കിൽ ജോലി സമ്മർദ്ദത്തെ ഒക്കെ അതിജീവിക്കാൻ വേണ്ടിയൊക്കെ ഇതുപോലുള്ള യാത്രകൾ നല്ലതാണ്. പക്ഷേ ശ്രദ്ധയും കരുതലും വേണമെന്ന് മറക്കരുത്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കോടതിയിൽ ബോംബ് ഭീഷണി. ഇമെയിലിലൂടെയാണ് ഭീഷണി സന്ദേശം വന്നത്. ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തുകയാണ്. ആലപ്പുഴ CJM കോടതിയിലും ബോംബ് ഭീഷണി വന്നിട്ടുണ്ട്. അതും ഇമെയിൽ വഴി തന്നെയാണ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി നെയ്യാറ്റിങ്കരയിൽ നിന്ന്. അരുൺ, ആദ്യം നെയ്യാറ്റിങ്കര കോടതിയിലാണ്. അല്പസമയം മുമ്പ് ആലപ്പുഴ CJM കോടതിയിലും ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നു. ഈ മെയിലിൻ്റെ ഉറവിടം എവിടെയാണ്? പതിവായി ഇതുപോലുള്ള ഭീഷണി സന്ദേശം എത്തുന്നുണ്ടല്ലോ. വ്യാജ ഭീഷണി സന്ദേശമാണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോഴും പരിശോധന നടക്കുകയാണോ? തീർച്ചയായും ടോം, ഇത് പതിവായി വരുന്ന ഒരു സന്ദേശം ആയി മാറിയിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും പോലീസ് അത് വ്യാജ സന്ദേശമാണെന്ന് നിസ്സാരവൽക്കരിക്കുന്നില്ല, ഗൗരവമായി തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പറയുന്ന നെയ്യാറ്റിങ്കര കോടതിയിൽ ഇമെയിലിലൂടെ വ്യാജ ഒരു സന്ദേശം, ഒരു ഭീഷണി, ബോംബ് ഭീഷണി ഇമെയിലിലൂടെ, അതും കുടുംബ കോടതിയിലേക്കായിരുന്നു വരുന്നത്. തുടർന്ന് കോടതി അധികൃതർ ഈ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധന നടത്തി കാര്യമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതേസമയം ഈ കോടതി നടപടിക്രമങ്ങൾക്കൊന്നും തടസ്സമുണ്ടായില്ല. അതെല്ലാം പതിവ് പോലെ തന്നെ നടന്നു. ഒരു ഗൗരവമായ ഒരു കാരണം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിൽ ഇത് സമാനമായ ഒരു സംഭവം അരങ്ങേറിയിരുന്നു. അവിടെയും അന്നും ഈ പറയുന്ന ആ ഒരു ഇമെയിൽ സന്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ പരിശോധന നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. എന്നാലും ഇതുവരെ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടുന്നാണ് ഇത്തരം ഒരു സന്ദേശം വരുന്നത്, ഇതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വീഴ്ച നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം 6 മാസം മുമ്പായ സംഭവത്തിനും അവിടെ ഇതേ സമാനമായ കോടതിയിൽ തന്നെയായിരുന്നു ഇത്തരത്തിലൊരു സന്ദേശം വന്നത്. അതിന്റെ ഒരു അന്വേഷണവും ഇതുവരെ ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു സന്ദേശം വരുന്നത്. ഈ പറയുന്ന ജീവനക്കാർക്ക് ഒരു നേരിയ ഭയമുണ്ടെങ്കിലും അതിനെയൊന്നും വകവയ്ക്കാതെ കോടതി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലവും നമുക്ക് കാണാൻ കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ ആലപ്പുഴ CJM കോടതിയിലും സമാനമായ ഒരു സംഭവം അരങ്ങേറിയിരുന്നു. അവിടെയും രാവിലെ തന്നെ ഒരു സന്ദേശം വരുന്നു. തുടർന്ന് അവിടെയും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ഒരു പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ കോടതികൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം വരുന്നത് അത് ഗൗരവമായി കാണേണ്ട ഒരു സാഹചര്യമാണെന്ന് അഭിഭാഷക സംഘവും അറിയിക്കുന്നുണ്ട്. കാരണം ബാർ അസോസിയേഷൻ അത് പ്രത്യേക ഒരു പറയുന്നത്, കാരണം കോടതി നടപടിക്രമങ്ങൾക്കൊക്കെ ഒരു വിഘ്നം വരുത്തുന്ന തരത്തിലുള്ള ഒരു സന്ദേശം അത് വരിക. പക്ഷെ ഇത്തരത്തിൽ ഒരു സംഭവം വന്നിട്ട് അത് നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അത് മറ്റൊരു
വിഷയത്തിലേക്ക് വരാനും ഭയമുണ്ട്. അപ്പോൾ അത് നിസ്സാരവൽക്കരിക്കാനും കഴിയില്ല. എന്തായാലും പോലീസ്, നെയ്യാറ്റിൻകര പോലീസ് അത് അന്വേഷണം തുടരുന്നു എന്ന് നമുക്ക് അത് തന്നെയാണ് അതീവ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണിത്. കാരണം ഇത് തുടർച്ചയായി കോടതികളിലും അതോടൊപ്പം മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് വ്യാജ ബോംബ് ഭീഷണി സന്ദേശമുണ്ട്. ഇതിന് ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് ആശങ്ക ജനിപ്പിക്കുന്നത്. ഇത് തമാശയായി കാണാൻ കഴിയില്ല. ഇതാരാണ് ഭീഷണി സന്ദേശം അയക്കുന്നതെന്ന് കൃത്യമായി കണ്ടെത്തണം. അവർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.